SCRT MCQ ടെസ്റ്റ് സീരീസിലേക്ക് സ്വാഗതം. ഈ സീരീസിലൂടെ SCRT ചാപ്റ്റേഴ്സിലെ ഓരോ പോയിന്റ്സും അതിൽ നിന്നും ചോദിക്കാവുന്ന സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ഉൾപ്പെടെയുള്ള MCQസുമാണ് പഠിക്കുന്നത്. ക്ലാസുകൾ SCRT MCQ ടെസ്റ്റ് സീരീസ് എന്ന കോഴ്സിൽ അവൈലബിൾ ആയിരിക്കും. അതുപോലെ തന്നെ ഹിസ്റ്ററി, ജോഗ്രഫി, സയൻസ്, കോൺസ്റ്റിറ്റ്യൂഷൻ, എക്കണോമിക്സ് എന്നീ ടോപ്പിക്സുമായി ബന്ധപ്പെട്ട ചാപ്റ്റേഴ്സ് പ്രത്യേക പ്ലേലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി വരുന്ന പരീക്ഷകൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. 8ാം ക്ലാസ്സിലെ 6ാമത്തെ ചാപ്റ്ററായ ലോഹങ്ങളും അലോഹങ്ങളുമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ലോഹങ്ങളും അതുമായി ബന്ധപ്പെട്ട 43 ക്വസ്റ്റ്യൻസും പഠിച്ചിട്ടുണ്ടായിരുന്നു. ലിങ്ക് മുകളിൽ നൽകിയേക്കാം. പാർട്ട് 1 കാണാത്തവർ കാണുക. ഈ ക്ലാസ് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ ക്ലാസ്സിലേക്ക് കടക്കാം. ലോഹങ്ങളുടെ സവിശേഷത കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയായിരുന്നു? ലോഹങ്ങൾക്ക് കാഠിന്യം കൂടുതലാണ്. അവ സ്വണാർത്തി പ്രകടിപ്പിക്കുന്നു. സാധാരണയായിട്ട് താപചാലകങ്ങളായിരുന്നു ലോഹങ്ങൾ, അതായത് വൈദ്യുതിയെ കടത്തിവിടുന്നു. ഇനി അലോഹങ്ങളുടെ സവിശേഷത എന്തൊക്കെയാണെന്ന് നോക്കാം. അലോഹങ്ങൾക്ക് പൊതുവെ കാഠിന്യം കുറവാണ്, സ്വണാറിറ്റി പ്രകടിപ്പിക്കുന്നില്ല, സാധാരണയായി താപചാലകങ്ങളല്ല, ഇത് കറണ്ടിനെ കടത്തിവിടുന്നില്ല, വൈദ്യുതിയെ കടത്തിവിടുന്നില്ല. അപ്പോൾ അലോഹങ്ങളുടെ സവിശേഷത എന്തൊക്കെയാണ്? അലോഹങ്ങൾക്ക് പൊതുവെ കാഠിന്യം കുറവാണ്, സ്വണാറിറ്റി പ്രകടിപ്പിക്കുന്നില്ല, സാധാരണയായി താപചാലകങ്ങളല്ല. ക്വസ്റ്റ്യൻസ് നോക്കാം. ലോഹങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ അലോഹങ്ങളുടെ കാഠിന്യത്തെക്കുറിച്ച് നൽകിയിരിക്കുന്ന ശരിയായ പ്രസ്താവന ഏതാണ്? എ. അലോഹങ്ങൾക്ക് ലോഹങ്ങളെക്കാൾ കാഠിന്യം വളരെ കൂടുതലാണ്. ബി. അലോഹങ്ങൾക്ക് പൊതുവെ കാഠിന്യം കുറവാണ്. സി. എല്ലാ അലോഹങ്ങൾക്കും സ്വർണത്തേക്കാൾ കാഠിന്യമുണ്ട്. ഡി. അലോഹങ്ങൾക്ക് കാഠിന്യം എന്നൊരു ഗുണമേ ഇല്ല. അപ്പോൾ ഇവിടുത്തെ ആൻസർ ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. അലോഹങ്ങൾക്ക് പൊതുവെ കാഠിന്യം കുറവാണ്. അടുത്ത ക്വസ്റ്റ്യൻ, താപത്തെ കടത്തിവിടാനുള്ള അലോഹങ്ങളുടെ ശേഷിയെക്കുറിച്ച് വ്യക്തമാക്കുന്നത് എന്താണ്? അപ്പോൾ പോസ് ചെയ്തതിന് ശേഷം ക്വസ്റ്റ്യൻസ് ഒന്ന് ചെയ്ത് നോക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്താണ്? ഓപ്ഷൻ ബി ആണ്. അലോഹങ്ങൾ സാധാരണയായി താപചാലകങ്ങളല്ല. അലോഹങ്ങൾ താപത്തെ കടത്തിവിടുന്നില്ല, വൈദ്യുതിയെ കടത്തിവിടുന്നില്ല. അതുകൊണ്ടാണ് അലോഹങ്ങൾ സാധാരണയായി എന്തല്ലാത്തത്? താപചാലകങ്ങളല്ലാത്തത്. ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ അലോഹങ്ങളുടെ പൊതുവായ സവിശേഷതകളിൽ പെടാത്തത് ഏതാണ്? എ. പൊതുവെ കാഠിന്യം കുറവായിരിക്കും, അത് ശരിയായ പ്രസ്താവനയാണ്. ബി. സ്വണാറിറ്റി പ്രകടിപ്പിക്കുന്നില്ല, അതും ശരിയാണ്. സാധാരണയായി താപചാലകങ്ങളല്ല, അതും ശരിയാണ്. ഡി. ഉയർന്ന മാലിയബിലിറ്റിയും ഡക്റ്റിലിറ്റിയും കാണിക്കുന്നു, അത് തെറ്റായ പ്രസ്താവനയാണ്. ഇത് കാണിക്കുന്നത് ആരാണ്? ലോഹങ്ങൾക്കാണ് ഉയർന്ന മാലിയബിലിറ്റിയും ഡക്റ്റിലിറ്റിയും കാണിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഉയർന്ന മാലിയബിലിറ്റിയും ഡക്റ്റിലിറ്റിയും കാണിക്കുന്നത്, അത് തെറ്റായ പ്രസ്താവനയാണ്. ക്വസ്റ്റ്യൻ, പാചകപാത്രങ്ങളുടെ പിടികൾ നിർമ്മിക്കാൻ പ്ലാസ്റ്റിക്, മരം തുടങ്ങിയ അലോഹ വസ്തുക്കൾ ഉപയോഗിക്കുന്നതിന് പിന്നിലെ കാരണം അവയുടെ ഏത് ഗുണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഇവിടുത്തെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ്. അവ സാധാരണയായിട്ട് താപചാലകങ്ങളല്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ താപത്തെ കടത്തിവിടാത്തത് കൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് പാചകപാത്രങ്ങളുടെ പിടികൾ നിർമ്മിക്കാൻ പ്ലാസ്റ്റിക്, മരം തുടങ്ങിയ അലോഹ വസ്തുക്കൾ ഉപയോഗിക്കുന്നതിന് പിന്നിലെ കാരണം. ഇപ്പോൾ നമ്മൾ ലോഹങ്ങളുടെ സവിശേഷതകൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എന്താണ്? അവയുടെ ഭൗതിക ഗുണങ്ങളിൽപ്പെട്ടവയാണ്. ഇനി ലോഹങ്ങളും അലോഹങ്ങളും അവയുടെ രാസഗുണങ്ങളിലും വ്യത്യസ്തത പുലർത്തുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അവ പലതരം രാസപ്രവർത്തനങ്ങളിലും ഏർപ്പെടുന്നു. ലോഹങ്ങളും അന്തരീക്ഷ വായുവും തമ്മിലുള്ള പ്രവർത്തനമാണ് ഇനി പഠിക്കേണ്ടത്. കത്തി ഉപയോഗിച്ച് സോഡിയം മുറിക്കുമ്പോൾ രൂപം കൊള്ളുന്ന പ്രതലത്തിൽ എന്താണ് കാണുന്നത്? നല്ല തിളക്കം കാണുന്നുണ്ട്. അപ്പോൾ അല്പം നേരം ഇത് വായുവിൽ തുറന്നു വെച്ച ശേഷം അത് നിരീക്ഷിക്കുമ്പോൾ എന്ത് മാറ്റമുണ്ടാകുന്നു? ആ തിളക്കം എന്തായിരുന്നു? ലോഹദ്യുതിയായിരുന്നു. അത് നഷ്ടപ്പെടുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതെന്തുകൊണ്ടാണ്? സോഡിയവും വായുവിലെ ഘടകങ്ങളുമായി പ്രവർത്തിക്കുന്നതാണ് അതിന് കാരണം. ഇനി അലുമിനിയം കൊണ്ടുണ്ടാക്കിയ പഴയ വസ്തുക്കളുടെ ഉപരിതലം മങ്ങിയിരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഒരു അലുമിനിയം കമ്പി സാൻഡ് പേപ്പർ കൊണ്ട് ഉരಸಿ നോക്കിയാൽ എന്ത് മാറ്റമാണ് കാണുന്നത്? അത് നല്ല മിനുക്കമുള്ളതായിട്ട് തോന്നുന്നു. അതുപോലെ ചെമ്പ്, മഗ്നീഷ്യം തുടങ്ങിയ മിക്ക ലോഹങ്ങളും അന്തരീക്ഷ വായുവുമായി പ്രവർത്തിക്കുന്നു. നമ്മളൊരു മഗ്നീഷ്യ റിബൺ എടുത്ത് കത്തിക്കുകയാണെങ്കിൽ അവിടെ എന്താണ് സംഭവിക്കുന്നത്? മഗ്നീഷ്യം വായുവിലെ ഓക്സിജനുമായി ചേർന്ന് മഗ്നീഷ്യം ഓക്സൈഡ് എന്ന സംയുക്തം ഉണ്ടാകുന്നു. മഗ്നീഷ്യം വായുവിലെ ഓക്സിജനുമായി ചേർന്ന് മഗ്നീഷ്യം ഓക്സൈഡ് എന്ന സംയുക്തം ഉണ്ടാകുന്നു. ഈ പ്രവർത്തനത്തിലുണ്ടായ മഗ്നീഷ്യം ഓക്സൈഡിനെ ഒരു ബീക്കറിലെ ജലത്തിൽ ലയിപ്പിക്കൂ. അതിലേക്ക് ചുവന്ന ലിറ്റ്മസ് പേപ്പർ മുക്കിയാൽ എന്ത് നിറമാണ് ഉണ്ടാകുന്നത്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ് സംഭവിക്കുന്നത്? അത് ബ്ലൂ കളർ ആകുന്നു. എന്തുകൊണ്ടാണ്? മഗ്നീഷ്യം ഓക്സൈഡ് ജലത്തിൽ ലയിച്ചുണ്ടാകുന്ന മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് ഒരു ബേസ് ആയതുകൊണ്ടാണ്.
ഇനി വെള്ളി, സ്വർണം, പ്ലാറ്റിനം മുതലായവ ഒഴികെയുള്ള മിക്ക ലോഹങ്ങളും വായുവിലെ ഓക്സിജനുമായി പ്രവർത്തിച്ച് അവയുടെ ഓക്സൈഡ് ഉണ്ടാക്കുന്നു. മിക്ക ലോഹ ഓക്സൈഡുകളും ജലത്തിന്റെ സാന്നിധ്യത്തിൽ ബേസിക് സ്വഭാവം പ്രകടിപ്പിക്കുന്നു. ചില ലോഹങ്ങൾ ഓക്സിജന് പുറമെ വായുവിലുള്ള ജലാംശം, കാർബൺ ഡൈ ഓക്സൈഡ് മുതലായ മറ്റ് ഘടകങ്ങളുമായും പ്രവർത്തിക്കുന്നു. ലോഹ ഓക്സൈഡുകൾ പൊതുവെ ബേസിക് സ്വഭാവമുള്ളവയാണ്. ഓർത്തുവയ്ക്കണം, ലോഹ ഓക്സൈഡുകൾ പൊതുവെ ബേസിക് സ്വഭാവമുള്ളവയാണ്. ക്വസ്റ്റ്യൻസ് നോക്കാം. ഒരു കഷ്ണം സോഡിയം കത്തി ഉപയോഗിച്ച് മുറിച്ച ശേഷം അല്പനേരം വായുവിൽ തുറന്നു വയ്ക്കുമ്പോൾ അതിന്റെ തിളക്കം അഥവാ ലോഹദ്യുതി നഷ്ടപ്പെടാൻ കാരണമെന്ത്? ആൻസർ, സോഡിയം വായുവിലെ ഘടകങ്ങളുമായി രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നത് കൊണ്ടാണ്. അപ്പോൾ സോഡിയം വായുവിലെ ഘടകങ്ങളുമായി രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നത് കൊണ്ടാണ് സോഡിയം കത്തി ഉപയോഗിച്ച് മുറിച്ച ശേഷം വായുവിൽ തുറന്നു വയ്ക്കുമ്പോൾ അതിന്റെ ലോഹദ്യുതി നഷ്ടപ്പെടാൻ കാരണം. ക്വസ്റ്റ്യൻ, മഗ്നീഷ്യം വായുവിൽ കത്തുമ്പോൾ ഉണ്ടാവുന്ന വെളുത്ത നിറത്തിലുള്ള സംയുക്തം ഏതാണ്? ആൻസർ, മഗ്നീഷ്യം ഓക്സൈഡ് ആണ്. മഗ്നീഷ്യം ഓക്സൈഡ് ആണ്. മഗ്നീഷ്യം വായുവിൽ കത്തുമ്പോൾ മഗ്നീഷ്യം ഓക്സിജനുമായി ചേരുമ്പോൾ ഉണ്ടാവുന്നത് എന്താണ്? മഗ്നീഷ്യം ഓക്സൈഡ് ആണ്. ക്വസ്റ്റ്യൻ, മഗ്നീഷ്യം വായുവിൽ കത്തുമ്പോൾ ഉണ്ടാവുന്ന മാറ്റം ഏത് വിഭാഗത്തിൽ പെടുന്നു? ഏത് മാറ്റമാണ് ഇവിടെ സംഭവിച്ചത്? രാസമാറ്റമാണ്. കെമിക്കൽ ചേഞ്ച് ആണ് ഇവിടെ നടക്കുന്നത്. ക്വസ്റ്റ്യൻ, മഗ്നീഷ്യ ഹൈഡ്രോക്സൈഡ് ജലത്തിൽ ലയിച്ചുണ്ടാക്കുന്ന മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് ഏത് സ്വഭാവമുള്ള പദാർത്ഥമാണ്? ആൻസർ, ഓപ്ഷൻ ബി ആണ്, ബേസ് ആണ്. അപ്പോൾ മഗ്നീഷ്യം ഓക്സൈഡ് ജലത്തിൽ ലയിച്ചുണ്ടാകുന്ന മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് ഒരു ബേസ് ആണ്. ക്വസ്റ്റ്യൻ, ലോഹ ഓക്സൈഡുകൾ പൊതുവെ ഏത് സ്വഭാവമുള്ളവയാണ്? ലോഹ ഓക്സൈഡുകൾ പൊതുവെ ബേസിക് സ്വഭാവമുള്ളവയാണ്. അപ്പോൾ നമ്മൾ പഠിച്ചതാണ്, ലോഹ ഓക്സൈഡുകൾ പൊതുവെ ബേസിക് സ്വഭാവമുള്ളവയാണ്. വായുവിലെ ഓക്സിജനുമായി പ്രവർത്തിച്ച് സാധാരണയായി ഓക്സൈഡുകൾ ഉണ്ടാക്കാത്ത ലോഹങ്ങളുടെ ജോഡി ഏതാണ്? ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണ്, വെള്ളി, സ്വർണം, പ്ലാറ്റിനം. ലോഹ ഓക്സൈഡുകളുടെ രാസ സ്വഭാവവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ബി ആണ്. വെള്ളി, സ്വർണം തുടങ്ങിയ ലോഹങ്ങൾ ഓക്സിജനുമായി വേഗത്തിൽ പ്രവർത്തിച്ച് ഓക്സൈഡുകൾ ഉണ്ടാക്കുന്നു. അത് തെറ്റായ പ്രസ്താവനയാണ്. അപ്പോൾ ശരിയായിട്ടുള്ളവ നോക്കാം. മിക്ക ലോഹ ഓക്സൈഡുകളും ജലത്തിന്റെ സാന്നിധ്യത്തിൽ ബേസിക് സ്വഭാവം പ്രകടിപ്പിക്കുന്നു. മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് ഒരു ബേസ് ആണ്. അന്തരീക്ഷത്തിലെ ജലാംശം, കാർബൺ ഡൈ ഓക്സൈഡ് എന്നിവയും ലോഹങ്ങളുമായി പ്രവർത്തിക്കാറുണ്ട്. അലോഹ ഓക്സൈഡുകൾ, അപ്പോൾ കാർബൺ ഒരു അലോഹമാണ്. കാർബൺ ഓക്സിജനുമായി സംയോജിച്ചാൽ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകും. അത് നമുക്കറിയാലോ, കാർബണും ഓക്സിജനും കൂടെ ചേരുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകും. ഉയർന്ന മർദ്ദത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് ജലത്തിൽ ലയിപ്പിച്ചാണ് സോഡാവെള്ളം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഉയർന്ന മർദ്ദത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് ജലത്തിൽ ലയിപ്പിച്ചാണ് സോഡാവെള്ളം ഉണ്ടാക്കുന്നത്. സോഡാവെള്ളത്തിന് അസിഡിക് സ്വഭാവമാണ് ഉള്ളത്. അപ്പോൾ ഇതിൽ കാർബോണിക് ആസിഡ് അടങ്ങിയിരിക്കുന്നു. അലോഹ ഓക്സൈഡുകൾ പൊതുവെ അസിഡിക് സ്വഭാവം ഉള്ളവയാണ്. അപ്പോൾ അലോഹ ഓക്സൈഡുകൾ പൊതുവെ അസിഡിക് സ്വഭാവം ഉള്ളവയാണ് അലോഹ ഓക്സൈഡുകൾ. ഈ ക്വസ്റ്റ്യൻസ് നോക്കാം. സോഡാവെള്ളം തയ്യാറാക്കുന്നത് താഴെ പറയുന്നവയിൽ ഏത് പ്രക്രിയയിലൂടെയാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. ഉയർന്ന മർദ്ദത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് വാതകം ജലത്തിൽ ലയിപ്പിച്ചാണ് സോഡാവെള്ളം ഉണ്ടാക്കുന്നത്. ഓർത്തു വയ്ക്കണം, ഉയർന്ന മർദ്ദത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് വാതകം ജലത്തിൽ ലയിപ്പിച്ചാണ് സോഡാവെള്ളം ഉണ്ടാക്കുന്നത്. ഇനി കാർബൺ ഡൈ ഓക്സൈഡ് ജലത്തിൽ ലയിക്കുമ്പോൾ ഉണ്ടാകുന്നതും സോഡാവെള്ളത്തിൽ അടങ്ങിയിരിക്കുന്നതുമായ ആസിഡ് ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, കാർബോണിക് ആസിഡ് ആണ്. സോഡാവെള്ളത്തിൽ നീല ലിറ്റ്മസ് പേപ്പർ മുക്കി നോക്കിയാൽ ഉണ്ടാകുന്ന മാറ്റം എന്തായിരിക്കും? നീല ലിറ്റ്മസ് പേപ്പർ ചുവപ്പ് നിറമായി മാറുന്നു. ഓർത്തു വയ്ക്കണം, സോഡാവെള്ളത്തിൽ നീല ലിറ്റ്മസ് പേപ്പർ മുക്കി നോക്കിയാൽ എന്താണ് സംഭവിക്കുന്നത്? നീല ലിറ്റ്മസ് പേപ്പർ ചുവപ്പായി മാറുന്നു. കാരണം എന്താണ്? സോഡാവെള്ളം അസിഡിക് നേച്ചർ ആണ്. കാർബോണിക് ആസിഡ് രൂപപ്പെടുന്നതുമായി ബന്ധപ്പെട്ട ശരിയായ രാസസമവാക്യം ഏതാണ്? ഓപ്ഷൻ എ ആണ്. കാർബൺ ഡൈ ഓക്സൈഡും വെള്ളവുമായി ചേരുമ്പോൾ എന്താണ് ഉണ്ടാകുന്നത്? കാർബോണിക് ആസിഡ് ആണ്. അപ്പോൾ കാർബോണിക് ആസിഡ് H2CO3 ആണ്. ഓർത്തു വയ്ക്കണം, H2CO3 ആണ് കാർബോണിക് ആസിഡ്. ഈ കാർബൺ ഡൈ ഓക്സൈഡ് പോലുള്ള അലോഹ ഓക്സൈഡുകൾ പൊതുവെ ഏത് സ്വഭാവമുള്ളവയാണ്? ഏത് സ്വഭാവമാണ്? അസിഡിക് സ്വഭാവമാണ്. ലോഹനാശനം അഥവാ കൊറോഷൻ എന്താണെന്നാണ് ഇനി പഠിക്കേണ്ടത്. അടുക്കളയിൽ ഉപയോഗിക്കുന്ന ഇരുമ്പ് കത്തികൾ നന്നായി തുടച്ച് ജലാംശം നീക്കം ചെയ്ത് സൂക്ഷിച്ചില്ലെങ്കിൽ തുരുമ്പിക്കുന്നതായി കണ്ടിട്ടില്ലേ? അപ്പോൾ ചെമ്പ് ക്ലാവ് പിടിക്കുന്നതും കണ്ടിട്ടുണ്ടല്ലോ. ലോഹങ്ങൾ അന്തരീക്ഷ വായുവുമായി പ്രവർത്തിക്കുന്നതാണ് ഇതിന് കാരണം. അപ്പോൾ ലോഹനാശനത്തിന് കാരണം എന്താണ്? ലോഹങ്ങൾ അന്തരീക്ഷ വായുവുമായി പ്രവർത്തിക്കുന്നതാണ് ലോഹനാശനം അഥവാ കൊറോഷന് കാരണം. അലുമിനിയത്തിന്റെ ഉപരിതലം തിളക്കം നഷ്ടപ്പെട്ട് മങ്ങിയിരിക്കുന്നതിന്റെ കാരണവും ഇതാണ്.
ലോഹങ്ങൾ അന്തരീക്ഷ വായുവിലെ വിവിധ ഘടകങ്ങളുമായി രാസപ്രവർത്തനത്തിൽ ഏർപ്പെട്ട് സംയുക്തങ്ങളായി മാറുന്നു. ഈ പ്രക്രിയയാണ് ലോഹനാശനം എന്ന് വിളിക്കുന്നത്. ഓർത്തു വയ്ക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. ക്വസ്റ്റ്യൻസ് നോക്കാം. ലോഹങ്ങൾ അന്തരീക്ഷ വായുവിലെ വിവിധ ഘടകങ്ങളുമായി രാസപ്രവർത്തനത്തിൽ ഏർപ്പെട്ട് എന്തായിട്ടാണ് മാറുന്നത്? ആൻസർ ഓപ്ഷൻ ബി, സംയുക്തങ്ങളാണ്. ലോഹങ്ങൾ അന്തരീക്ഷ വായുവിലെ വിവിധ ഘടകങ്ങളുമായി രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ സംയുക്തങ്ങൾ ഉണ്ടാകുന്നു. ക്വസ്റ്റ്യൻ: ലോഹങ്ങൾ അന്തരീക്ഷ വായുവിലെ വിവിധ ഘടകങ്ങളുമായി രാസപ്രവർത്തനത്തിൽ ഏർപ്പെട്ട് സംയുക്തങ്ങളായി മാറുന്ന പ്രക്രിയ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, ലോഹനാശനമാണ്. ലോഹനാശനത്തിന് കാരണമാകുന്നത് അന്തരീക്ഷ വായുവിലെ പ്രധാന ഘടകങ്ങൾ ഏതെല്ലാം? ആൻസർ ഓപ്ഷൻ ബി ആണ്, ഓക്സിജൻ, ജലാംശം, കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പോൾ ലോഹനാശനത്തിന് കാരണമാവുന്ന അന്തരീക്ഷ വായുവിലെ പ്രധാന ഘടകങ്ങൾ ഏതെല്ലാമാണ്? ഓക്സിജൻ, ജലാംശം, കാർബൺ ഡൈ ഓക്സൈഡ്. ആസിഡുകളുടെ സാന്നിധ്യത്തിൽ ഇരുമ്പ് വേഗം തുരുമ്പിക്കുന്നു. അലുമിനിയവും ഇരുമ്പും ആസിഡുകളുമായി പ്രവർത്തിക്കുന്നു. ഓർക്കണം, അലുമിനിയവും ഇരുമ്പും ആസിഡുകളുമായി പ്രവർത്തിക്കുന്നു. അച്ചാറുകൾ, തൈര് തുടങ്ങിയ പുളിരസമുള്ള ആഹാര പദാർത്ഥങ്ങൾ ഇരുമ്പ് പാത്രങ്ങളിലും അലുമിനിയ പാത്രങ്ങളിലും സൂക്ഷിക്കാതിരിക്കാനുള്ള കാരണം ഇതാണ്. നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. രാസപ്രവർത്തന ശേഷി വളരെ കൂടുതലായതുകൊണ്ട് സോഡിയം, പൊട്ടാസ്യം എന്നീ ലോഹങ്ങൾ സാധാരണയായി വായുവിൽ തുറന്നു വയ്ക്കാതെ ഏത് ദ്രാവകത്തിലാണ് സൂക്ഷിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ബി, മണ്ണെണ്ണയിലാണ് സൂക്ഷിക്കുന്നത്. അപ്പോൾ സോഡിയം, പൊട്ടാസ്യം ഇവ മണ്ണെണ്ണയിലാണ് സൂക്ഷിക്കുന്നത്. മാങ്ങ മുറിച്ച ശേഷം തുടയ്ക്കാതെ വയ്ക്കുന്ന ഇരുമ്പ് കത്തികൾ വളരെ വേഗത്തിൽ തുരുമ്പെടുക്കാൻ കാരണം എന്താണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, മാങ്ങയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഇരുമ്പുമായി വേഗത്തിൽ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നത് കൊണ്ടാണ്. അന്തരീക്ഷ വായുവിലെ ഘടകങ്ങളുമായി രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന ലോഹങ്ങളാണ് നാശനത്തിന് വിധേയമാകുന്നത്. ഓർത്തു വയ്ക്കണം, അന്തരീക്ഷ വായുവിലെ ഘടകങ്ങളുമായി രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന ലോഹങ്ങളാണ് നാശനത്തിന് വിധേയമാകുന്നത്. ലോഹനാശനം കൊണ്ടുള്ള ദോഷങ്ങൾ എന്തെല്ലാമാണ്? ലോഹനിർമ്മിതമായ വസ്തുക്കൾ ബലക്ഷയം മൂലം പൊട്ടിപ്പോകുന്നു, വൈദ്യുത സർക്യൂട്ടുകൾ പ്രവർത്തിക്കാതെയാകുന്നു, ധനനഷ്ടം ഉണ്ടാകുന്നു. ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയ ജനാല കമ്പികൾ പെയിന്റ് അടിക്കുന്നതും ഇരുമ്പ് കത്തികൾ എണ്ണ പുരട്ടി വയ്ക്കുന്നതും നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതെന്തുകൊണ്ടാണ്? ഇരുമ്പ് തുരുമ്പിക്കുന്നത് തടയാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇരുമ്പ് തുരുമ്പിക്കുന്നത് തടയാനാണ് എന്ത് ചെയ്യുന്നത്? ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയ ജനാല കമ്പികൾ പെയിന്റ് അടിക്കുന്നതും ഇരുമ്പ് കത്തികൾ എണ്ണ പുരട്ടി വയ്ക്കുന്നതും. അലുമിനിയം പാത്രങ്ങൾക്കും ഇരുമ്പ് പാത്രങ്ങൾക്കും പകരം സ്റ്റെയിൻലെസ് സ്റ്റീൽ പാത്രങ്ങൾ നാം കൂടുതലായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇരുമ്പിന്റെ ഒരു ലോഹ സങ്കരമാണ് സ്റ്റെയിൻലെസ് സ്റ്റീൽ. ഇരുമ്പിന്റെ ഒരു ലോഹ സങ്കരമാണ് സ്റ്റെയിൻലെസ് സ്റ്റീൽ. ലോഹങ്ങളെ മറ്റു ലോഹങ്ങളുമായോ അലോഹങ്ങളുമായോ കൂട്ടിച്ചേർത്ത് ലോഹ സങ്കരങ്ങളാക്കി മാറ്റുന്നു. അപ്പോൾ ലോഹ സങ്കരങ്ങൾ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ലോഹങ്ങളെ മറ്റു ലോഹങ്ങളുമായോ അലോഹങ്ങളുമായോ കൂട്ടിച്ചേർത്താണ് ലോഹ സങ്കരങ്ങളാക്കി മാറ്റുന്നത്. ഇതിലൂടെ അഭിലഷണീയമായ സവിശേഷതകളുള്ള പദാർത്ഥങ്ങൾ ലഭിക്കുന്നതിനോടൊപ്പം ലോഹനാശനത്തെ തടയാനും കഴിയുന്നു. വളരെ ചെറിയ അളവിൽ കാർബൺ, ഫോസ്ഫറസ് തുടങ്ങിയ അലോഹങ്ങളും ലോഹസങ്കരങ്ങളിൽ ചേർക്കാറുണ്ട്. ഉദാഹരണം സ്റ്റെയിൻലെസ് സ്റ്റീൽ, പിച്ചള, വെള്ളോട് അഥവാ വെങ്കലം. ഇതൊക്കെയാണ് ഉദാഹരണം. ഓർത്തു വയ്ക്കണം, സ്റ്റെയിൻലെസ് സ്റ്റീൽ, പിച്ചള, വെങ്കലം. ക്വസ്റ്റ്യൻ നോക്കാം. ലോഹങ്ങളെ മറ്റു ലോഹങ്ങളുമായോ അലോഹങ്ങളുമായോ കൂട്ടിച്ചേർത്ത് നിർമ്മിക്കുന്ന മിശ്രിതങ്ങൾ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ലോഹസങ്കരങ്ങൾ എന്നാണ്, അലോയ്സ്. ഇരുമ്പ് പാത്രങ്ങൾക്ക് പകരം അടുക്കളയിൽ വ്യാപകമായി ഉപയോഗിക്കുന്ന ഇരുമ്പിന്റെ പ്രധാന ലോഹസങ്കരം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, സ്റ്റെയിൻലെസ് സ്റ്റീൽ ആണ്. അപ്പോൾ ഇരുമ്പ് പാത്രങ്ങൾക്ക് പകരം അടുക്കളയിൽ വ്യാപകമായി ഉപയോഗിക്കുന്ന ഇരുമ്പിന്റെ പ്രധാന ലോഹസങ്കരം ഏതാണ്? സ്റ്റെയിൻലെസ് സ്റ്റീൽ ആണ്. ആറന്മുള കണ്ണാടി. ലോകപ്രസിദ്ധമായ ആറന്മുള കണ്ണാടി പേര് സൂചിപ്പിക്കുന്നത് പോലെ ഗ്ലാസ് കൊണ്ട് നിർമ്മിച്ചതല്ല. കോപ്പർ, ടിൻ എന്നിവ അടങ്ങിയ പ്രത്യേക ലോഹക്കൂട്ട് ഉപയോഗിച്ച് നിർമ്മിക്കുന്നതാണിത്. പരമ്പരാഗതമായി നിർമ്മിക്കുന്നവർക്ക് മാത്രം അറിയാവുന്ന രഹസ്യ ലോഹക്കൂട്ടാണ് ആറന്മുള കണ്ണാടിയുടെ സവിശേഷത. യന്ത്രത്തിന്റെ സഹായമില്ലാതെ കൈകൾ ഉപയോഗിച്ച് നിർമ്മിക്കുന്നു എന്നതാണ് മറ്റൊരു പ്രത്യേകത. ലോഹങ്ങളെ ഗ്ലാസ് പോലെ മിനുസപ്പെടുത്തി എടുക്കുന്നത് കൊണ്ട് സാധാരണ കണ്ണാടി പോലെ ഇതിന് പ്രകാശത്തെ പ്രതിഫലിപ്പിക്കാൻ കഴിയുന്നു. ആറന്മുള കണ്ണാടി നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പ്രധാന ലോഹക്കൂട്ടിലെ ഘടകങ്ങൾ ഏതെല്ലാമാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, കോപ്പറും ടിന്നുമാണ്. കോപ്പർ എന്താണ്? ചെമ്പും, ടിന്ന് ഈയവുമാണ്. ഓർത്തു വയ്ക്കണം, ആറന്മുള കണ്ണാടി നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പ്രധാന ലോഹക്കൂട്ടിലെ സങ്കരങ്ങൾ ഏതാണ്? കോപ്പറും ടിന്നുമാണ്. ഈ കോപ്പറിന്റെ ഉപരിതലത്തിൽ ഉണ്ടാകുന്നതും കൂടുതൽ നാശനത്തിൽ നിന്നും അതിനെ സംരക്ഷിക്കുന്നതുമായ ക്ലാവ് രാസപരമായി താഴെ പറയുന്നവയിൽ ഏതാണ്?
ആൻസർ ഓപ്ഷൻ ബി ആണ്. ബേസിക് കോപ്പർ കാർബണേറ്റ് ആണ്. ഓർത്തു വയ്ക്കണം. കോപ്പറിന്റെ ഉപരിതലത്തിൽ ഉണ്ടാകുന്നതും കൂടുതൽ നാശനത്തിൽ നിന്നും അതിനെ സംരക്ഷിക്കുന്നതുമായ ക്ലാവ് രാസപരമായി ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? ബേസിക് കോപ്പർ കാർബണേറ്റ് എന്നാണ്. ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയ വസ്തുക്കൾ തുരുമ്പിക്കുമ്പോൾ അവയുടെ ഉപരിതലത്തിൽ ഉണ്ടാകുന്ന തുരുമ്പ് പാളികളായിട്ട് ഇളകിപ്പോരുന്നു. കാലക്രമേണ ഇത്തരം വസ്തുക്കൾ പൂർണ്ണമായി നശിക്കുന്നതായിട്ട് കാണും. എന്നാൽ അലുമിനിയവും കോപ്പറും അന്തരീക്ഷ വായുവുമായി പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും ഇരുമ്പിനെ പോലെ പൂർണ്ണമായി നശിക്കുന്നില്ല. അലുമിനിയത്തിന്റെ ഉപരിതലത്തിൽ ഉണ്ടാകുന്ന അലുമിനിയം ഓക്സൈഡ്, കോപ്പറിന്റെ ഉപരിതലത്തിൽ ഉണ്ടാകുന്ന ക്ലാവ് അഥവാ ബേസിക് കോപ്പർ കാർബണേറ്റ് എന്നിവ ലോഹങ്ങളുടെ ഉപരിതലത്തിൽ ആവരണമായി വർത്തിക്കുന്നു. അതുകൊണ്ട് തുടർന്നുള്ള നാശനത്തിൽ നിന്നും ഇവ സംരക്ഷിക്കപ്പെടുന്നു. എന്നാൽ ഇരുമ്പിന്റെ ഉപരിതലത്തിൽ തുരുമ്പ് ഒരാവരണമായി ഉണ്ടെങ്കിലും അതിൽ സൂക്ഷ്മ സുഷിരങ്ങൾ ഉള്ളതിനാൽ ലോഹം വീണ്ടും അന്തരീക്ഷ വായുവുമായി നേരിട്ട് സമ്പർക്കത്തിൽ വരുന്നു. ക്വസ്റ്റ്യൻസ് നോക്കാം. അലുമിനിയം, കോപ്പർ എന്നിവ അന്തരീക്ഷ വായുവുമായി പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും ഇരുമ്പിനെ പോലെ പൂർണ്ണമായി നശിച്ചു പോകാത്തതിന് കാരണം എന്താണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. അവയുടെ ഉപരിതലത്തിൽ ഉണ്ടാകുന്ന ഓക്സൈഡ് അഥവാ ക്ലാവ് പാളികൾ ഒരു സംരക്ഷണ ആവരണമായി പ്രവർത്തിക്കുന്നത് കൊണ്ടാണ്. ക്വസ്റ്റ്യൻ: ഇരുമ്പിന്റെ ഉപരിതലത്തിൽ ഉണ്ടാകുന്ന തുരുമ്പിൽ സൂക്ഷ്മ സുഷിരങ്ങൾ ഉള്ളതുകൊണ്ട് സംഭവിക്കുന്നത് എന്താണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. ലോഹം വീണ്ടും അന്തരീക്ഷ വായുവുമായി നേരിട്ട് സമ്പർക്കത്തിൽ വരികയും തുരുമ്പിക്കൽ തുടരുകയും ചെയ്യുന്നു. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതാണ്? അലുമിനിയത്തിന്റെ ഉപരിതലത്തിൽ ഉണ്ടാകുന്ന അലുമിനിയം ഓക്സൈഡ് അതിനെ തുടർന്നുണ്ടാകുന്ന നാശനത്തിൽ നിന്ന് സംരക്ഷിക്കുന്നു. ഇത് ശരിയാണ്. ഇരുമ്പ് തുരുമ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന പാളികൾ ഒരിക്കലും ഇളകിപ്പോകാറില്ല. തെറ്റാണ്. ചെമ്പ് പാത്രങ്ങളിൽ ഉണ്ടാകുന്ന ക്ലാവ് അതിനെ വേഗത്തിൽ നശിപ്പിച്ചു കളയുന്നു. അതും തെറ്റാണ്. ഇരുമ്പ് തുരുമ്പിന് യാതൊരു തരത്തിലുള്ള സുഷിരങ്ങളും ഉണ്ടാകാറില്ല. അതും തെറ്റാണ്. അപ്പോൾ ആൻസർ ഏതാണ്? ഓപ്ഷൻ എ ആണ്. അലുമിനിയത്തിന്റെ ഉപരിതലത്തിൽ ഉണ്ടാകുന്ന അലുമിനിയം ഓക്സൈഡ് അതിനെ തുടർന്നുണ്ടാകുന്ന നാശനത്തിൽ നിന്നും സംരക്ഷിക്കുന്നു. ഇനി മനുഷ്യ ശരീരത്തിലെ ലോഹങ്ങളാണ് പഠിക്കേണ്ടത്. മനുഷ്യ ശരീരത്തിന്റെ ശരിയായ പ്രവർത്തനത്തിന് ചില ലോഹങ്ങളുടെ സാന്നിധ്യം അത്യാവശ്യമാണ്. സോഡിയം, പൊട്ടാസ്യം, കാൽസ്യം, ഇരുമ്പ്, കൊബാൾട്ട്, സിങ്ക് തുടങ്ങിയവ ഇവയിൽ ചിലതാണ്. അപ്പോൾ ഏതൊക്കെയാണ് മനുഷ്യ ശരീരത്തിന് ആവശ്യമായത്? സോഡിയം, പൊട്ടാസ്യം, കാൽസ്യം, ഇരുമ്പ്, കൊബാൾട്ട്, സിങ്ക്. ഇനി ഇവ ശരീരത്തിൽ കാണപ്പെടുന്നത് സ്വതന്ത്ര ലോഹങ്ങളായിട്ടല്ല ഇവ കാണപ്പെടുന്നത്. ഇത് ശ്വാസകോശങ്ങളിൽ നിന്ന് ശരീരകോശങ്ങളിലേക്ക് ഓക്സിജൻ എത്തിച്ചു കൊടുക്കുകയും കാർബൺ ഡൈ ഓക്സൈഡ് തിരികെ കൊണ്ടുപോകുകയും ചെയ്യുന്ന ഹീമോഗ്ലോബിൻ തന്മാത്രയിൽ ഇരുമ്പിന്റെ സാന്നിധ്യമുണ്ട്. ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹമാണ് കാൽസ്യം. ഓർത്തു വയ്ക്കണം, ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹം ഏതാണ്? കാൽസ്യമാണ്. എല്ലുകൾക്കും പല്ലുകൾക്കും ബലം നൽകുന്നതിനു പുറമെ രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനും കാൽസ്യം സഹായിക്കുന്നു. ശരീരത്തിന് സ്വയം നിർമ്മിക്കാനാവാത്തതിനാൽ ഈ ലോഹങ്ങളെല്ലാം ഭക്ഷണത്തിലൂടെ വേണ്ട അളവിൽ ലഭ്യമാകേണ്ടതുണ്ട്. ക്വസ്റ്റ്യൻസ് നോക്കാം. ശ്വാസകോശങ്ങളിൽ നിന്ന് ശരീരകോശങ്ങളിലേക്ക് ഓക്സിജൻ എത്തിക്കാൻ സഹായിക്കുന്ന രക്തത്തിലെ ഹീമോഗ്ലോബിൻ തന്മാത്രയിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. ഇരുമ്പാണ്. ഇനി മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. കാൽസ്യം ആണ്. എല്ലുകൾക്കും പല്ലുകൾക്കും ബലം നൽകുന്നതിനും രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നതിനും സഹായിക്കുന്ന ശരീരത്തിലെ പ്രധാന ലോഹം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി കാൽസ്യം ആണ്. ഈ മനുഷ്യ ശരീരത്തിന് ഈ ലോഹങ്ങൾ സ്വയം നിർമ്മിക്കാൻ സാധിക്കാത്തതിനാൽ ഇവ ശരീരത്തിന് ആവശ്യമായ അളവിൽ എങ്ങനെയാണ് ലഭ്യമാക്കേണ്ടത്? നാം കഴിക്കുന്ന ഭക്ഷണത്തിലൂടെയാണ്. ചാപ്റ്ററിന്റെ അവസാന ഭാഗത്തെ ക്വസ്റ്റ്യൻസ് നോക്കാം. എ, ബി, സി കോളങ്ങൾ ഉചിതമായ വിധത്തിൽ ചേർത്തെഴുതുക. ലോഹത്തിന്റെ പേര്, സവിശേഷത, പ്രതീകം ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ വെള്ളി ഉയർന്ന വൈദ്യുത ചാലകതയാണ് സവിശേഷത. വെള്ളിയുടെ സവിശേഷത എന്താണ്? ഉയർന്ന വൈദ്യുത ചാലകത. Ag എന്താണ്? Ag ആണ് പ്രതീകം, അർജന്റീയമാണ്. പ്ലാറ്റിനം ഉയർന്ന ഡക്റ്റിലിറ്റി കാണിക്കുന്നത് ഏതാണ്? പ്ലാറ്റിനം ആണ്. Pt ആണ് പ്രതീകം. ഇനി സ്വർണം ഏറ്റവും ഉയർന്ന മാലിയബിലിറ്റി കാണിക്കുന്നത് സ്വർണമാണ്. പ്രതീകം എന്താണ്? ഓറമാണ്. Au ആണ് പ്രതീകം. ചില ലോഹങ്ങളുടെ പേരുകൾ ബോക്സിൽ നൽകിയിരിക്കുന്നു. കാൽസ്യം, മെർക്കുറി, ഗാലിയം, ചെമ്പ്, വെള്ളി. അപ്പോൾ ഇവയിൽ നിന്ന് ചുവടെയുള്ള സാഹചര്യങ്ങൾക്ക് അനുയോജ്യമായവ തിരഞ്ഞെടുത്ത് എഴുതുക. അന്തരീക്ഷ വായുവിലെ ഘടകങ്ങളുമായി പ്രവർത്തിച്ച് ഉപരിതലത്തിൽ ക്ലാവ് ഉണ്ടാകുന്നു. എന്താണത്? ചെമ്പിലാണ് ക്ലാവ് ഉണ്ടാകുന്നത്. ഏറ്റവും കൂടുതൽ താപചാലകതയുള്ളത് ഏതിനാണ്? വെള്ളിക്കാണ് ഏറ്റവും കൂടുതൽ താപചാലകതയുള്ളത്.
ഈ കൈവെള്ളയിൽ വെച്ചാൽ ഉരുകുന്ന ലോഹമാണ് എന്ത്? ഗാലിയം. കൈവെള്ളയിൽ വെച്ചാൽ ഉരുകുന്ന ലോഹമാണ് ഗാലിയം. സാധാരണ താപനിലയിൽ ദ്രാവകാവസ്ഥയിൽ കാണപ്പെടുന്നു. എന്താണത്? മെർക്കുറിയാണ്. സാധാരണ താപനിലയിൽ ദ്രാവകാവസ്ഥയിൽ കാണപ്പെടുന്നത് മെർക്കുറിയാണ്. എല്ലുകളിലും പല്ലുകളിലും ഈ ലോഹത്തിന്റെ സാന്നിധ്യമുണ്ട്. ഏത് ലോഹമാണ്? കാൽസ്യമാണ്. അപ്പോൾ എല്ലുകളിലും പല്ലുകളിലും ഉള്ള ലോഹം ഏതാണ്? കാൽസ്യമാണ്. കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി നോക്കാം. വീടുകളിലെ വയറിങ്ങിനും പാചകപാത്രങ്ങൾക്കും വ്യാപകമായി ഉപയോഗിക്കുന്നതും ഉയർന്ന വൈദ്യുത താപ ചാലകതയുള്ളതുമായ ലോഹം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ചെമ്പാണ്. ഓവർഹെഡ് പവർ ലൈനുകളിൽ വൈദ്യുത ലൈനുകൾ ചെമ്പിന് പകരം അലുമിനിയം കമ്പികൾ ഉപയോഗിക്കുന്നതിന് പിന്നിലെ പ്രധാന കാരണം അതിന്റെ ഏത് സവിശേഷതയാണ്? ആൻസർ ഓപ്ഷൻ ബി അലുമിനിയത്തിന് കുറഞ്ഞ സാന്ദ്രതയുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഭാരം വളരെ കുറവായിരിക്കും. പാലങ്ങൾ, റെയിൽവേ ട്രാക്കുകൾ, വൻകിട കെട്ടിടങ്ങൾ എന്നിവയുടെ നിർമ്മാണത്തിന് ഇരുമ്പ് പ്രധാനമായി ഉപയോഗിക്കാൻ കാരണം അതിന്റെ ഏതു ഗുണമാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. ഉയർന്ന കാഠിന്യവും ബലവുമാണ്. പ്രകൃതിയിലെ ലോഹങ്ങളിൽ ഏറ്റവും ഉയർന്ന വൈദ്യുത ചാലകതയും താപചാലകതയും പ്രകടിപ്പിക്കുന്ന ലോഹം ഏതാണ്? ഓപ്ഷൻ സി വെള്ളിയാണ്. അപ്പോൾ പ്രകൃതിയിലെ ലോഹങ്ങളിൽ ഏറ്റവും ഉയർന്ന വൈദ്യുത ചാലകതയും താപചാലകതയും പ്രകടിപ്പിക്കുന്ന ലോഹമാണ് വെള്ളി. പാർട്ട് 1ലും പാർട്ട് 2ലുമായി 78 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പഠിച്ചത്. ഈ 78 ക്വസ്റ്റ്യൻസും നന്നായിട്ട് പഠിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. അടുത്ത വീഡിയോയുമായി കാണാം. താങ്ക്